ഒരുപക്ഷെ വന്നേക്കും. എന്നാൽ ആ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരാധനയൊക്കെ ശുഷ്കമായി പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് CSIക്കാരുടെ മാത്രം. ഞാനത് പറയുന്നത് സങ്കടം കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ആരും ഇതിനെ തെറ്റിദ്ധരിക്കരുത്. അച്ഛൻ ഇത് മാത്രമേ പറയാനുള്ളൂ, അല്ല. നമ്മുടെ CSIയുടെ ആരാധനകളെല്ലാം ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ പലപ്പോഴും കഴിയാതെ വരുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കണം, ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ചുരുങ്ങിയ പക്ഷം നമ്മുടെ നെടുങ്കണ്ടം സഭയെ ഓർത്തെങ്കിലും പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ദൈവം അതിനായി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് രണ്ട് ചോദ്യത്തോടുകൂടെ വചന ചിന്തയിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഹോശന്ന ഞായറാഴ്ചയാണ്. എന്താണ് ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത? അതല്ലേ അച്ഛൻ പറഞ്ഞു, ഹോശന്ന ഞായറാഴ്ചയാണ്. പിന്നെ ചോദ്യം ആവശ്യമുണ്ട്, അല്ലേ? ഒന്ന് പറഞ്ഞാട്ടെ, എന്താ ഹോശന്ന ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ കുരുത്തോലയൊക്കെ കൈ പിടിച്ച് ഹോശന്ന പാടി ചുറ്റി നടന്നു. ഏതാണ് ഇതിന്റെ പ്രത്യേകത? പറയുന്നതാണ്. പറഞ്ഞാട്ടെ. ഈ സാറൊക്കെ പറയുന്നതിനേക്കാൾ നല്ല എനിക്ക് പുറകിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് പറയുന്നത് കേൾക്കുന്നതാണ് ഇഷ്ടം. പുറകിലിരിക്കുന്നവരൊക്കെ ഒന്ന് പറയാമോ? ഇന്ന് കടന്നു വന്ന കുറച്ചുപേരെ ഞാനിങ്ങനെ നോക്കിയിട്ട് ഈ പള്ളിക്കാർ തന്നെയാണ്. ഹോസന്നായിട്ടെങ്കിലും വരാനായിട്ട് പറ്റിയല്ലോ, ദൈവം അനുഗ്രഹിക്കുന്നു. എന്താ ഹോസന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? ഞാൻ ഈ ചോദ്യം ചോദിക്കുവാനായിട്ടുള്ള കാരണം, തിരുവനന്തപുരത്ത് ആയിരുന്ന സമയത്ത് ഞാനൊരു പള്ളിയിൽ പോയി, ഹോസന്ന ഞായറാഴ്ച. അവിടെ നമ്മുടെ ഇവിടെ പോലൊന്നും അല്ല. അവിടെ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യം ചോദിക്കും ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട് എന്ന് ചോദിച്ചു. ചെറിയൊരു പള്ളിയാണ്. ഞാനവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് 300 മുകളിൽ കുടുംബങ്ങളുണ്ട് അവിടെ. ചെറിയൊരു പള്ളി. അവിടെയൊക്കെ അങ്ങനെ പള്ളി നിറച്ച ആൾക്കാർ. നമ്മൾ ഇതുപോലെയൊന്നും അല്ല. ഞാൻ രാവിലെ പറയുകയുണ്ടായി, ഇവിടെ വന്നു കയറിയപ്പോ പള്ളിക്കകത്ത് വന്ന് കയറിയപ്പോ ഹോശന്നയാണെന്ന് പോലും അറിയിച്ചു. ഇന്ന് നമ്മൾ മറ്റു പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ കുരുത്തോലകൾ കൊണ്ട് ദേവാലയം മുഴുവൻ അലങ്കരിച്ച് ഒക്കെ വെച്ചിരിക്കും. ഓക്കെ, ആത്മീയമായിരിക്കുന്ന വളർച്ചയുള്ളവർ അത് വേണ്ടെന്ന് വെക്കും, നമുക്ക് ശരി, സമ്മതിച്ചു. അന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാം അലങ്കരിച്ചിരിക്കും, വളരെ മനോഹരമായ രീതിയിൽ. അതാ ഞാൻ കാണുന്നു, ഈ ഓല കൊണ്ട് ഇങ്ങനെ പറ്റും, പൂക്കളുണ്ടാക്കാമല്ലോ, ഇങ്ങനെ അലങ്കരിക്കാമല്ലോ. ധാരാളം ആൾക്കാർ, ഏകദേശം എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 700 പേര് കൂടുതൽ ആരാധനയ്ക്ക് സംബന്ധിച്ച് എല്ലാവരും നല്ല ഭംഗിയാണ് ഇത് പിടിച്ചിങ്ങനെ ആരാധന. പ്രസംഗത്തിന്റെ സമയത്ത് ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഹോസന്ന ഞായറാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നലെ നമ്മൾ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, കൊഴുക്കൊട്ട സാറ്റർഡേ, കൊഴുക്കൊട്ട ശനി. അപ്പോ കൊച്ചമ്മ എന്നോട് ചോദിച്ചു, എന്താണ് ഈ കൊഴുക്കൊട്ട ശനി? ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്നത് ഈ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്ന സമയത്ത് ആ ഒരു ഓർമ്മയ്ക്ക് കത്തോലിക്കര് കൊഴുക്കൊട്ട ഉണ്ടാക്കി കഴിച്ചിട്ട് ആരാധിക്കും. ഞാൻ അത് ആദ്യം കാണുന്ന വല്ലാർപാടത്ത് ചെന്നപ്പോഴാണ്. എറണാകുളം വല്ലാർപാടത്ത് എൻ്റെ ഒരു അമ്മാവന്റെ കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയാണ് ഇത് കണ്ടത്. ഞങ്ങൾക്ക് കൊഴുക്കൊട്ട കൊണ്ടുവന്നു. അപ്പൊ അവര് പറഞ്ഞു, ഇതിന്റെ ആഘോഷമാണ്. അപ്പൊ എനിക്ക് വലിയ സംശയം. ഞങ്ങൾ ചോദിച്ചു, ഇതെന്താ സംഭവം? അതെ പറഞ്ഞു, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്ന ദിവസമാണ്. അപ്പൊ ആ കല്ലിന്റെ മാതൃകയിൽ കൊഴുക്കൊട്ട ഉണ്ടാക്കിയിട്ട് കഴിക്കുക. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച കൊഴുക്കൊട്ട ശനിയാഴ്ചയായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് സംഭവം. അപ്പൊ കൊച്ചമ്മ എന്നോട് പറഞ്ഞു, ഇതല്ല സംഭവം, ഇതല്ല. യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുപുറകിൽ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ചെന്നപ്പോൾ അവര് വേഗത്തിൽ എന്തോ ആഹാരം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അതിനെ ഓർക്കുന്നതാണ് കൊഴുക്കൊട്ട ശനി. ഞാനത് വേദപുസ്തകത്തിൽ തപ്പിട്ടൊന്നും കണ്ടില്ല. അപ്പൊ ഒരാചാര്യങ്ങൾ ഇങ്ങനെയുണ്ട്. എന്നാൽ ഈ ഹോസന്ന ഞായറാഴ്ചയുടെ പ്രത്യേകത എന്താണ്? ഹോസന്ന ഞായറാഴ്ചയുടെ പ്രത്യേകത സാറ് പറഞ്ഞ യെരുശലേമിലേക്ക് യേശു കഴുതപ്പുറത്ത് കയറി പോയ ഒരു ദിവസമാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉത്തരവുണ്ടോ?
അത് അതിന്റെ തുടർന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ശരി ഉത്തരങ്ങളാണ്. നമ്മുടെ ചില വിചാരങ്ങളെയാണ് ഞാൻ പറയുന്നത്. ഈ ഓലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? കഴിഞ്ഞ ദിവസം കഞ്ഞിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഈ ഓലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? നിങ്ങൾ പറയുന്നേ, സമയം പോകുന്നു, വേഗം പറ. നമ്മുടെ ഈ കുരുത്തോലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഞാന് നമ്മുടെ ഈസ്റ്റുകാരായുള്ള ഒരു സഭയില് കുറച്ച് നാളുകൾക്ക് പുറകിൽ ഇതുപോലെ ചെന്നു. ഞാൻ പറഞ്ഞു, ഓലകളൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാറാണ്. ആൾക്കാരെല്ലാം വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്നോട് വന്ന് പറഞ്ഞു, ഈ ഓല ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ഓല വെഞ്ചിരിച്ച് തരണം, എന്നിട്ട് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത്. ഞാൻ അതിശയിച്ചു, ഇതെന്താ സംഭവം? ഏതൊക്കെയാണ് ഞാനത് പ്രാർത്ഥിച്ച് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ ഓല വെഞ്ചിരിക്കുന്നതിന്റെ രഹസ്യം എന്താണ് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ചോദിക്കുക. അങ്ങനെ പറഞ്ഞു, ഈ ഓല വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഒരു വർഷക്കാലം ഞങ്ങളുടെ വീട്ടിലിരിക്കാറുള്ളൂ. നല്ല കാര്യം. അപ്പൊ ഓലയ്ക്കൊരു പ്രത്യേകത അവിടെ കാണുന്നു. ഈ ഓലയ്ക്ക് എവിടെന്നാ പ്രത്യേകത ഉണ്ടായത്? സീസൈ ആരാധനയിൽ ഓലയ്ക്ക് യാതൊരു പ്രത്യേകതയും ഇല്ലായിരുന്നു. എന്നാൽ അത് മറ്റ് ആരാധനകളിൽ നിന്ന് ചിലതൊക്കെ കടമെടുക്കുക. ഇത് പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ആരാധനയിൽ ദൈവദത്തമല്ലാത്ത പലതും കടന്നു വരുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്ന് ഈ ഓലയൊക്കെ പിടിച്ച് പള്ളിക്ക് ചുറ്റി നടന്നു. എന്തിനാണ് ചെയ്തത്? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ചെയ്ത വലിയൊരു പ്രവൃത്തിയെ ഓർക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് യേശു ക്രിസ്തു കഴുതപ്പുറത്തുകേൽ പോയ കാര്യമാണ്. അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. പക്ഷെ അതല്ല പ്രാധാന്യം. അതിനല്ല പ്രാധാന്യം. മറിച്ച് യേശു ക്രിസ്തു അതിനുശേഷം ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. അവൻ ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തെ വിശുദ്ധീകരിച്ചു. അവൻ പോയവ കഴുതക്കുട്ടിയുടെ പുറത്തുകയറിയതൊന്നും അല്ല വിഷയം. അവിടെ ഒരു വിശുദ്ധീകരണമുണ്ടായി. കാരണം ആ വിശുദ്ധീകരണത്തിൽ നിന്നാണ് നിത്യജീവന്റെ പാത തെളിയുന്നത്. പലപ്പോഴും നമ്മൾ അത് മറന്നു കളയുക. അതുകൊണ്ട് ഈ ഇലതൊന്നും സൂക്ഷിക്കുമോ സൂക്ഷിക്കാമോ അതല്ല എന്റെ വിഷയം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം വിശുദ്ധീകരണമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ഹോസന്ന ഞായറാഴ്ച നമ്മൾ ഇന്ന് വിശുദ്ധിയോടെ പ്രവേശിക്കുന്നത് ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന നിമിഷങ്ങളിലേക്കാണ്. ഈ ഒരാഴ്ച എന്ന് പറയുന്നതും ഈ ലോകത്തെ സകലത്തെയും പടച്ചവനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം ഒരു മനുഷ്യനെ പോലെ ഈ ലോകത്തിലേക്ക് വന്ന ഒരു മനുഷ്യനെ പോലെ നീചമരണം വഹിച്ചതായ ബൃഹത്തായ പദ്ധതിയാണ്. അതിന്റെ ആരംഭമാണ് ഇന്ന്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ പുറമേയുള്ളതായിരിക്കുന്ന ആചാരങ്ങളല്ല, അകമേയുള്ളതായിരിക്കുന്ന വിശുദ്ധീകരണമാണ് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. ഹോസന്ന എന്ന് പറഞ്ഞ് ദൈവജനം ദൈവത്തെ ആർത്തപ്പോൾ പാടിയപ്പോൾ അത് വിശുദ്ധീകരണത്തിന്റെ മുന്നോടിയാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ വിശുദ്ധീകരണം വിട്ടിട്ട് മറ്റ് ആഘോഷങ്ങളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ആയിരിക്കുവാനായിട്ട് പാടില്ല. ഞാൻ വേഗത്തിൽ ചില ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കാം. എങ്ങനെ വിശുദ്ധീകരണം പ്രാപിക്കാം? ഈ ഹോസന്നയെ കുറിച്ച് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം ഭാഗത്ത് ഹോസന്നയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ പ്രസംഗം കേൾക്കാൻ പറഞ്ഞു അല്ലേ? പറയുന്നില്ല. മത്തായിയുടെ സുവിശേഷം പറ. ഈ ശ്മശാനാമുച്ചൊന്നും പറയണ്ട. ആ അവിടെ താഴെപ്പുള്ളവരെന്ന് പറയുന്നത്, ആ ടീച്ചറും പറയണ്ട, ബാക്കിയുള്ളവരെന്ന് പറഞ്ഞു.
പറഞ്ഞേ, വേദപുസ്തകത്തിൽ എവിടെയൊക്കെ ഹോസന്നായെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? പുരുഷന്മാർക്കും പറയാം, ബൈബിളിരിക്കുന്നത് അച്ഛനും അല്ല പറയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം ഒന്നടുത്തേ, അങ്ങനെയൊക്കെ ഉണ്ടോന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 9 വരെ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിലെ 1 മുതൽ 10 വരെ. ലൂക്കോസിന്റെ സുവിശേഷം നാം ഇപ്പോൾ വായിച്ചു 19-ാം അധ്യായം 28 മുതൽ. ഇവിടെയെല്ലാം ഈ സുവിശേഷക യേശുവിന്റെ യെരൂശലേം പ്രവേശനത്തെ വളരെ കൃത്യമായി വിവരിച്ചിരിക്കുന്നു. നമ്മൾ വായിച്ച ലൂക്കോസ് മാത്രം അതിനകത്ത് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. രേഖപ്പെടുത്താത്തത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. അവർ ഹോസന്ന പാടിയൊന്നും അവിടെ ലൂക്കോസിൽ ഇല്ല. ഹോസന്ന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശരി, നിങ്ങൾ പറയുന്നത് ഈ പുറകിലോട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോസന്ന എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറയുന്നത്? നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം. പറഞ്ഞേ, ഹോസന്ന എന്ന വാക്കിന്റെ അർത്ഥം വേണ്ട, ഇത് അറിയാവുന്നവർക്ക് കൈകൊണ്ടാണ്. ഹോസന്ന എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്ന ദൈവത്തിന് സ്തോത്രം. ആർക്കും തന്നെ അറിയില്ല, അതുകൊണ്ട് ഞാനിത് തെറ്റിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ ആരാധനയ്ക്ക് വന്നിട്ട് ഇവിടെ ആരാധന തുടങ്ങിയിട്ട് 43 വർഷങ്ങളായി. 43 വർഷങ്ങൾ നമ്മൾ ഹോസന്ന ആചരിച്ചിട്ടുണ്ട്. ഹോസന്ന എന്ന വാക്കിന്റെ അർത്ഥം അറിയിച്ചില്ലേ? ഇത് നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാമായിരുന്നു. ഇപ്പോൾ രക്ഷിക്കാം. ഹോസന്ന എന്ന പദത്തിന്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്കാം എന്നാണ്. എങ്ങനെ രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റും? 1-2 ചിന്തകൾ ഞാൻ ഒരു 5-6 മിനിറ്റ് കൊണ്ട് പറയാം. എടുത്തേ, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം. അവിടെ 1 മുതൽ താഴേക്ക് നാം വായിക്കുമ്പോൾ അവിടെ അതിനെ കുറിച്ചുകൂടെ വിപുലമായ രീതിയിൽ വിവരിച്ചിരിക്കുകയാണ് മത്തായി സുവിശേഷം. അവിടെ യെരൂശലേമിനെ സമീപിച്ചപ്പോൾ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാട്ടെ. മത്തായിയുടെ സുവിശേഷം 21-ാം 2-ാം വാക്യം. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവേൻ, അവിടെ വെട്ടിയിട്ടിരിക്കുന്ന ഒരു പെണ്ണെഴുതിയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. ദൈവത്തിന് സ്തോത്രം. അതേസമയം നാം വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് പറയുമ്പോൾ, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അയച്ചുകൊണ്ടുവരും. 2 രീതിയിലാണ് കഴുതക്കുട്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മത്തായി പറയുമ്പോൾ ആ കഴുതയ്ക്ക് ഒരു കുഞ്ഞു കൂടെയുണ്ട്. ലൂക്കോസ് പറയുമ്പോൾ കഴുത മാത്രമേ ഉള്ളൂ, അതിനെ അഴിച്ചുകൊണ്ടുവരണം. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എങ്ങനെ വിശുദ്ധീകരണം പ്രാപിക്കാം? ഇതാ ദൈവത്തിന് എതിരെയുള്ള ഗ്രാമത്തിൽ വസിക്കുന്നവർ, ദൈവത്തിന് എതിരെ നിൽക്കുന്നവർ, ദൈവികമായിരിക്കുന്ന വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശുദ്ധിക്കും എതിരെ നിൽക്കുന്നവരും ദൈവമക്കൾ കടന്നു ചെല്ലണം. അവരുടെ ശിഷ്യന്മാർ അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ കെട്ടപ്പെട്ടതായിരിക്കുന്ന ചില ജീവിതങ്ങൾ അവിടെ ഉണ്ടാകും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ആരും ഒരിക്കലും കയറിയിട്ടില്ല, ആർക്കും അത് പ്രയോജനപ്പെട്ടിട്ടില്ല, ദൈവത്തിന് പ്രയോജനപ്പെട്ടിട്ടില്ല, മനുഷ്യർക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല, വിശ്വാസികൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല, സമശിഷ്ടങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. ആർക്കും പ്രയോജനപ്പെടാതെ ബന്ധനത്തിലായിരിക്കുന്ന ഒരു കഴുതക്കുട്ടി. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനാൽ ബന്ധനം അഴിക്കുവാൻ കഴിയാതിരിക്കുന്ന ചില വ്യക്തിജീവിതങ്ങൾ ഇന്നും യെരൂശലേമിന് എതിരെ പാർക്കുന്നു. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കും ദൈവവിശ്വാസത്തിനും
ദൈവ ആചാര അനുഷ്ഠാനങ്ങൾക്ക് എതിരെ അതിനെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നവർ. ഇച്ചിരി കൂടെ കടന്നെന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ പോലും ആരാധനയ്ക്ക് വരാത്തത്. അങ്ങനെയുള്ളവരെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ശിഷ്യരായിരിക്കുന്ന നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് പറയുമ്പോൾ ആ കഴിവ് ആർക്കും പ്രയോജനമില്ല, അതുകൊണ്ട് ഒരു നന്മയും ആർക്കുമില്ല. ദൈവത്തിന്റെ സ്വന്തം അത് നന്മയില്ലെന്ന് മാത്രമല്ല, അതൊരു ബന്ധനത്തിൽ കൂടെയാണ്. അതിന് സ്വയമേ നന്മയിലേക്ക് വരുവാനായിട്ട് കഴിയുന്നില്ല. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, അതിനെ അഴിച്ചുകൊണ്ടുവരിക. ദൈവത്തിന്റെ സ്വന്തം അവർ പോയി, അവർ യേശു പറഞ്ഞതുപോലെ അത് പറഞ്ഞു. ഇതിന് വലിയ വ്യാഖ്യാനങ്ങളാണ് ഉള്ളത്. സുവിശേഷത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ജനം ചോദിച്ചു, എന്തായിരിക്കും നീ ചെയ്യുന്നത്? ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഈ കല്ലിനെ അടിക്കുന്നത് എന്നാണ്. അവര് പറഞ്ഞു, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരുപക്ഷെ വിടക്കണ്ടി സമൂഹത്തിൽ ആരുമല്ലാതെ, സഭയിൽ ആരുമല്ലാതെ, വിശ്വാസ ജീവിതത്തിൽ ആരുമല്ല എന്ന് കാര്യമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവിൽ പറയട്ടെ, നിങ്ങളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ട്. ഒരുപക്ഷെ വിദ്യാഭ്യാസമില്ലെന്നോ കുടുംബമഹിമയില്ലെന്നോ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളില്ലെന്നോ പറഞ്ഞേക്കാം, ഞാൻ ആരുമല്ല എന്ന് വിചാരിച്ചേക്കാം. പക്ഷെ ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം അവിടെ ശിഷ്യന്മാർ പറഞ്ഞു, ഈ കഴുതയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം അതിനെ അഴിച്ച് എവിടെ കൊണ്ടുവന്നു? യേശുവിന്റെ അരങ്ങൾ കൊണ്ടുവന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ കഴുതയുടെ ഒരു ഭാഗ്യം, അതുവരെ കഴുത ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഭാഗ്യം. എന്താ ഭാഗ്യം? ജനം തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതയുടെ മുകളിലും. ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലിൽ നീ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നാൽ ഒരുപക്ഷെ നീ ഒരു കഴുതിയെ പോലെ ആയിരിക്കും. ആർക്കും പ്രയോജനമില്ലെന്ന് തോന്നിയേക്കാം, ആർക്കും നിന്നെ കൊണ്ട് ഉപകാരമില്ലെന്ന് തോന്നിയേക്കാം, ലോകത്തിൽ ഞാൻ ആരുമല്ലെന്ന് തോന്നിയേക്കാം, എനിക്ക് മഹിമകളൊന്നുമില്ല എന്ന് വിചാരിച്ചേക്കാം. എന്നാൽ കാലം നിന്നെ ഓർത്ത് ദുഃഖിക്കുന്ന, നിന്നെ ഓർത്ത് കാത്തിരിക്കുന്ന, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ യേശുവിന്റെ അടുത്ത് ഈ കഴുത വന്നപ്പോൾ അതിന്റെ പുറത്തൊരു വസ്ത്രം വീണു. ദൈവത്തിന്റെ സ്തോത്രം. പിന്നെ എന്താ പ്രത്യേകത? വസ്ത്രം വീണപ്പോൾ ആ കഴുതയുടെ മലിനതൊന്നും അവിടെ വെളിവല്ല. ദൈവത്തിന്റെ സ്വന്തം. നമുക്കറിയാം, ഒരു കഴുതയോ ഒരു കന്നുകാലിയോ ഒന്നും സ്വയമേ കുളിച്ചിട്ട് നിൽക്കുന്ന സാധനമല്ല. അത് തിന്നുന്നോടത്തിൽ തന്നെ കിടക്കും, അവിടെ തന്നെ അത് എല്ലാം കഴിക്കും, എല്ലാം നടക്കും. അതിനകത്ത് കിടക്കുന്ന സാധനമാണ്. അതിന്റെ ശരീരം മലിനമാണ്, അതിന്റെ ശരീരം വൃത്തികേടുകളുള്ളതാണ്. എന്നാൽ യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ അതിന്റെ പുറത്ത് ഒരു വസ്ത്രം വീണു. പിന്നെ അശുദ്ധി അവിടെ വെളിവല്ല. ദൈവത്തിന്റെ സ്വന്തം. ഇന്ന് പകൽക്കാലം ഈ കോഴ്സിന്റെ ഞായറാഴ്ച നീ യേശുവിന്റെ അടുത്തൊന്ന് വന്ന നിന്റെ പുറത്ത് ഒരു വസ്ത്രം വീഴും. അത് വിശുദ്ധിയുടെ വസ്ത്രമാണ്. ദൈവത്തിന്റെ സ്വന്തം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നീ ആരുമായിക്കൊള്ളട്ടെ, യേശുവിന്റെ അടുത്ത് വന്നാൽ നിനക്ക് വിശുദ്ധിയുടെ വസ്ത്രം. ദൈവത്തിന്റെ സ്വന്തം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതാ സിംഹാസനത്തിന്റെ മുമ്പിൽ എത്തിക്കൂടാതെ വണ്ണം ജനം വെള്ളവിനെ അംഗീകരിച്ചവരായി കയ്യിൽ കുരുത്തോടെ ഏന്തി സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മധ്യത്തിൽ കൊണ്ടു കണ്ടു. ദൈവത്തിന്റെ സ്വന്തം. അത് ആരാണെന്നറിയാമോ? ഈ യേശുവിന്റെ അടുത്ത് കടന്നു വന്നവരാ. ദൈവത്തിന് സ്വന്തം. ജീവിതത്തിന്റെ എത്ര വലിയ മലിനതകളുണ്ടെങ്കിലും യേശുവിന്റെ അടുക്കൽ വന്ന നിന്റെ മേലെ ഒരു വിശുദ്ധിയുടെ വസ്ത്രം വീഴും. ആ വിശുദ്ധിയുടെ വസ്ത്രം കൊണ്ടല്ലാതെ ന്യായാസനത്തിൽ മുൻപാകെ നിൽക്കുവാൻ കഴിയില്ല.
ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നീ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നാൽ അതുവരെയുള്ള നിന്റെ സകല മലിനതകളും മാറിപ്പോകും. കാരണം നിന്റെ മേൽ ഒരു വിശുദ്ധിയുടെ വസ്ത്രമുണ്ട്. ഈ വിശുദ്ധിയുടെ വസ്ത്രമില്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയില്ല. അവിടെ ഇതാ യോഹന്നാൻ കാണുന്ന ദർശനം, അവരെ വെള്ളനിലയിൽ നയിച്ചോ കയ്യിൽ കുരുത്തോലകളുമായി യേശുവിനെ ആരാധിക്കുവാനായിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, ഈ ലോകത്തിലെ നമ്മുടെ ഓരോ ആരാധനകളും വരുവാനുള്ളതിന്റെ നിഴലാണെന്ന് മറന്നു പോകരുത്. നമ്മൾ എന്തിനാ ഈ കുരുത്തോല കയ്യിലേന്തി ഇവിടെ പ്രദർശനം വെച്ചത്? ദൈവത്തിന്റെ സ്വന്തം ഒരു വർഷത്താൽ കൂടാൻ മാത്രമല്ല, ഇത് വെളിവാക്കുന്നുവോ? ഈ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചോ നാം ഒരു നാൾ ഈ കുഞ്ഞാടിനെ മുഖമായി കണ്ടോ അതിനെ ആരാധിക്കേണ്ട നിമിഷം വരാൻ പോവുക. ദൈവത്തിന്റെ സ്വന്തം ഹല്ലേലൂയ. ആര് വിശുദ്ധീകരണം പ്രാപിക്കുന്നുവോ അവൻ മാത്രം അവിടെ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തെറ്റിദ്ധരിക്കരുതോ? ഇന്ന് കുരുത്തോടെ പിടിച്ച് എല്ലാവരും അവിടെ കാണണമെന്ന് നിർബന്ധമില്ല. കാണണമെന്ന് നിർബന്ധമില്ല. ആര് യേശുവിന്റെ അടുക്കൽ ചൊല്ലുന്നുവോ അവരുടെ മേൽ മാത്രമേ ഈ വിശുദ്ധിയുടെ വസ്ത്രം വീഴുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു, നമ്മൾ പലപ്പോഴും ആചാരങ്ങൾക്ക് പിന്നാലെയാണ്. പലരും അത് തെറ്റിദ്ധരിച്ചു. കഞ്ഞി കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. വെള്ളിയാഴ്ച കഞ്ഞി കൊടുക്കുന്നു, പലരും തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞത് കഞ്ഞി കൊടുത്തു എന്ന കാരണത്താണ് ആരും സ്വർഗത്തിൽ പോകത്തില്ല. പിന്നെയോ ഈ ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാതെ ആർക്കും അവിടെ ചെല്ലുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. നീ ദൈവനാമവാദത്തിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കും. അത് വേറെ വശം. അത് വേദപുസ്തകം പറയും, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, പച്ചവെള്ളം ദൈവനാമ മഹത്വത്തിനായിട്ട് കൊടുത്താൽ അതിനു പോലും പ്രതിഫലമുണ്ട്. എന്നാൽ നീ ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തെ ആരാധിക്കാതെ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്താൽ ആ കർമ്മത്തിന് ഫലമില്ല. അത് കേവലം ഒരു കർമ്മം മാത്രമായി തീരും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇന്ന് ഈ കുരുത്തോല പിടിച്ച് ദൈവത്തെ ആരാധിച്ചുന്ന പാട്ടുപാടിയത് അത് ഹൃദയത്തിന്റെ അകത്ത് ക്രിസ്തുവില്ലാതെയാണെങ്കിൽ, നമ്മൾ ക്രിസ്തുവിന്റെ അടുത്ത് ചെല്ലാതെയാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായിട്ട് കഴിയും. അവിടെ ഇവര് കഴിയുക യേശുവിന്റെ അടുത്തില്ലെന്നു. അതിന് യേശുവിന്റെ അടുത്ത് ചെന്നതല്ല, കൊണ്ടുചെന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതിനെ കൊണ്ടുചെന്നപ്പോൾ അതിന്റെ പുറത്ത് വസ്ത്രങ്ങൾ വീണു. അതിന്റെ മലിനത പിന്നെ കണ്ടില്ല. അതുകൊണ്ട് ആ മലിനത അവിടെ വെളിവാകാതിരുന്നപ്പോൾ യേശുവിനെ ചുമക്കുവാനായിട്ടുള്ള ഭാഗ്യം. എത്ര നല്ല മൃഗങ്ങൾ ഉണ്ടാകുന്നത്! രാജാക്കന്മാർ പോകുന്ന കുതിരകൾ അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വെള്ള കുതിരകൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതിനുശേഷം സാധാരണ ആൾക്കാർ പോകുന്ന ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നും അവർ തിരഞ്ഞെടുത്തില്ല. യേശുവിനെ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് ആ യേശുവിന്റെ അടുത്ത് ചെന്ന കഴുതയ്ക്ക്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പറയട്ടെ, ഈ യേശുവിനെ വഹിച്ച കഴുതയെ പോലെ ഒരു കഴുതയാകാൻ കഴിയുന്നില്ല എങ്കിൽ, അടുത്ത് പറയുന്നത് അച്ഛനെ ഞങ്ങളെല്ലാം കഴുതയെന്ന് വിളിക്കും. അങ്ങനെയല്ല. ഈ കഴുതയെ പോലെ യേശുവിന്റെ അടുത്തൊന്ന് ചെല്ലുവാൻ. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് ഇത് ഈ സത്യത്തെ ജ്ഞാനികൾക്ക് മറച്ചിരിക്കുകയാണ്. ജ്ഞാനികൾക്ക് മറച്ചോ ലോകത്തിൽ തള്ളപ്പെട്ടതായിരിക്കുന്ന ചിലർക്ക് വെളിപ്പെടുത്തി. ഇതിന്റെ ഭയങ്കര ആത്മീക അർത്ഥങ്ങളായി ഇതിനകത്തുള്ളത്. അതൊന്നും പറയാൻ, അത് എല്ലായിടത്തും വിവരിക്കാൻ നമുക്ക് സമയമില്ല. ഒരു 5 മണിക്കൂർ വേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് കഴുതയെ ദൈവം തെരഞ്ഞെടുത്തത്? ഇതിന്റെ വലിയ ദൈവശാസ്ത്രമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ കഴുതയെ പോലെ യേശുവിന്റെ അടുക്കലൊന്ന് ചെല്ലുവാൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഈ കഴുതയല്ല. പലരും എന്നെ ഉപദേശിച്ചു, നീ ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് പറഞ്ഞു, നീ ഭോഷനാണെന്ന് പറഞ്ഞു. എന്നേക്കാൾ അറിവുള്ളവരെന്നോട് പറഞ്ഞു,
നിന്റെ ജീവിതം കോഞ്ഞാട്ടയായി പോകും. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളൊരു ഭാഷയാണ്. ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ജീവിതം കോഞ്ഞാട്ടയായി പോവുക. കൃത്യമായിട്ട് അതിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞില്ല. എങ്കിലും അതെല്ലാം കേട്ടിട്ടും ഒരു കഴുതിയെ പോലെ, ഒരു മണ്ടനെ പോലെ ഇറങ്ങി പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം അത്ഭുതകരമായി അതിശയകരമായി നിലനിർത്തുന്നു എന്നുള്ളത് ദൈവകൃപയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ കഴുതയെ അവിടെ കൊണ്ടുവന്നു. 8-ാമത്തെ വാക്യം, പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുവരെയും ആ കഴുതയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. മലിനതകളിൽ കൂടെ മാത്രം ചവിട്ടി നടന്ന കഴുത ഇപ്പോൾ നടക്കുന്നത് നല്ല വസ്ത്രത്തിന്റെ പുറത്തുകൂടെയാണ്. യഹൂദന്മാര് പഴകിയ വസ്ത്രവും കീറിയ വസ്ത്രവും മോശമായ വസ്ത്രവും അവർ ധരിക്കുന്നവരല്ല. അവര് സമൂഹത്തിൽ വിലപ്പെട്ട വസ്ത്രം ധരിക്കുന്നവരാണ്. സ്വതം ആ വിലപ്പെട്ട വസ്ത്രം ഇപ്പോൾ ഒരു കഴുതയ്ക്ക് നടന്നു പോകുവാൻ കാരണം എന്താ? കഴുതയുടെ മഹത്വമല്ല, കഴുതയുടെ മഹത്വമല്ല, കഴുത ചുമക്കുന്നവന്റെ മഹത്വം. ഹല്ലേലൂയ! കഴുത ചുമക്കുന്നവന്റെ മഹത്വം ജനം മനസ്സിലാക്കിയപ്പോൾ അവരിലുള്ളതായിരിക്കുന്ന മഹത്വം അവര് മറന്നുപോയി. വിലയേറിയതായിരിക്കുന്ന വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു അവിടെയുള്ള യേശുവിന് വീതി ഒരുക്കി കൊടുത്തു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലത്തിന്റെ ചോദ്യം, ഈ കഴുതയെ പോലെ യേശുവിനെ വഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ കഴുതയെ പോലെ യേശുവിനെ വഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ആത്മാർത്ഥമായിരിക്കും. ഒരുപക്ഷെ ആ കഴുതയ്ക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ പറയാം, ഇവിടെ ഞാനൊരു ചെറിയ കഴുതക്കുട്ടിയെന്നാണ് എഴുതി. ഈ കർത്താവിനെ വഹിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് വരാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇവിടെ വന്ന് 2.5 മണിക്കൂർ ഇരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഈ കഴുത അങ്ങനെ പറഞ്ഞില്ല. വേണമെങ്കിൽ പറയാമായിരുന്നു, ഇത്രയും 30 വയസ്സുണ്ട്, 33 വയസ്സുണ്ട്, 33.5 വയസ്സുമുണ്ട്. 33.5 വയസ്സുള്ളവർ തന്നെ ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കഴുതിയത് പറഞ്ഞില്ല. അവന്റെ ചുമന്നു. ദൈവത്തിന് സ്തോത്രം. യേശു യെരൂശലേമിലേക്ക് യാത്രയായി. അവിടെ കൂടെ നിന്ന ജനമെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നു. 9-ാമത്തെ വാക്യം, മുന്നും നടന്ന പുരുഷാരം കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്നാ എന്ന് ആർത്തുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആർത്തുകൊണ്ടിരുന്നു. ഞായറാഴ്ച ആർത്ത് മടങ്ങി വീട്ടിൽ പോവുകയല്ല ചെയ്തത്. അതിനൊരു കണ്ടിന്യൂറ്റിയുടെ തുടർച്ചയുണ്ടായിരുന്നു. പെസഹായ്ക്ക് വന്നു, പാട്ടൊക്കെ പാടി മാറ്റി വീട്ടിൽ പോയിരിക്കുകയല്ല ചെയ്തത്. അതിനൊരു തുടർച്ചയുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, വലിയ ആഴ്ചകളിൽ നിറച്ച ആൾക്കാർ വരെ കർത്താവിനെ ഘോഷിക്കുവാൻ നല്ല രസമാണ് കാണാൻ കാണട്ടെ. ഉയർപ്പിന്റെ സന്തോഷം അനുഭവിക്കുവാൻ ആൾക്കാരില്ല. അങ്ങനെയല്ല ഇവിടെ ജനം അവരാർത്തുകൊണ്ടിരുന്നു. എവിടെ മുതലാ? കിലോമീറ്ററുകൾ അവർ ആർത്ത് പാടി യേശുവുമായി അവർ ദേവാലയത്തിലേക്ക് പോയി. യേശു ചെയ്ത ഏക പ്രവൃത്തി മറ്റൊന്നും പുറത്ത് ചെയ്തതായിട്ട് പറഞ്ഞില്ല. അവർ ശുദ്ധീകരണം നടത്തി. ഇന്ന് പകൽക്കാലം ഈ ഘോഷെന്ന ഞായറാഴ്ച ദൈവസഭയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മെ ശുദ്ധീകരിക്കുവാൻ നമ്മുടെ ഒരു പ്രവൃത്തികളും കാരണമില്ല. ബാഹ്യമായിരിക്കുന്ന നമ്മുടെ ഒരു പ്രവൃത്തികളും, കുരിശ് ചുമന്നാലോ, കുരിശുകൊണ്ട് മല കയറിയാലോ, മുട്ട നീന്തിയാലോ, ഉരുണ്ടാലോ, നേർച്ചയിട്ടാലോ, കാഴ്ചകൾ അർപ്പിച്ചാലോ, നോമ്പെടുത്തത് കൊണ്ട് മാത്രമോ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയില്ല. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാതെ പുറമെ ചെയ്യുന്ന സകല പ്രവൃത്തികളും നിഷ്ഫലമാണെന്ന് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവിനെ നമ്മുടെ ഉള്ളത്തിൽ സ്വീകരിച്ചു നമുക്ക് കർത്താവിനെ ചുമക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ അതിനുശേഷമുള്ള പ്രവൃത്തികളാണ് ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. നമുക്കത് സാധ്യമായി തീരട്ടെ. ഈ ഹോസ്റ്റൽ ഞായറാഴ്ച ഈ കഴുതയെ പോലെ
യേശുവിനെ വഹിക്കുവാൻ നമുക്ക് സാധ്യമായി തീരും. എങ്ങനെ വഹിക്കാം? നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത്. എങ്ങനെ വഹിക്കണം? വിശുദ്ധിയോടുകൂടി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വഹിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവമക്കളായി ജീവിച്ച് ഒടുക്ക കർത്താവിന്റെ സന്നിധിയിൽ കുരുത്തോലകളുമായി ശുഭ്രമായ വസ്ത്രമായി നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ ഓശന്ന ഞായറാഴ്ചത്തേക്കായി വീണ്ടും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ഞങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദേവാലയത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വന്നുവല്ലോ കർത്താവേ. അങ്ങയെ ചുമന്ന ആ കഴുതിയെ പോലെ ഞങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു തരുവാൻ അവർ ഞങ്ങളെ സഹായിക്കണമേ. ആ കഴുത മറുതലിച്ചു നിന്നും പറഞ്ഞില്ല, നിന്നെ വഹിക്കാൻ എനിക്ക് പറ്റില്ല എന്നോ, അതിനുള്ള ആരോഗ്യമില്ലെന്നോ, അതിനുള്ള സാധ്യതയില്ലെന്നോ, അതിനെന്നെ കൊണ്ട് കഴിയുകയില്ലെന്നോ ഇല്ല കർത്താവേ. മറുത്തു പറയാതെ വണ്ണം അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയെ ചുമക്കുവാൻ, അങ്ങയെ വഹിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവർക്ക് കടന്നു വരണമേ. ഒടുക്കം ഞങ്ങൾ അങ്ങയുടെ ന്യായാസനത്തിന്റെ മുൻപാകെ വിശുദ്ധ വസ്ത്രവുമായി കുരുത്തോലകൾ കയ്യിലെത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ ഭൂമിയിൽ ഞങ്ങളങ്ങെ ആരാധിച്ചു കുരുത്തോലകളുമായി ഞങ്ങളങ്ങെ പാടി സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്നു. ഇതേപോലെ കർത്താവ് വിശുദ്ധിയുടെ വസ്ത്രവുമായി അങ്ങനെ സന്നിധിയിൽ നിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തും. അതിനായി ഞങ്ങളെ ഒരുക്കണം, അതിനായി ഞങ്ങളെ വിശുദ്ധീകരിക്കണം. അവിടുന്ന് സ്വർഗീയ കൃപ ഞങ്ങളുടെ മേൽ പകരണം. ഞങ്ങളുടെ സമാധാനത്തോടെ പറഞ്ഞേക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവസന്നയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല